സ്ഥിരീകരിച്ചോ? ഖംനായി വധിക്കപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചോ? വലിയ പ്രശ്നമുണ്ടോ? തിരിച്ചടി ഇപ്പോൾ ഉണ്ടാവുന്നതിന് ഞാൻ വില വെക്കണേയില്ല. നിങ്ങളെ കാഴ്ചയല്ല എൻ്റെ കാഴ്ച, അവിടെ രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയണം, ഞാൻ പറയണം, രണ്ടാണ്. നിങ്ങൾ പറയണമെങ്കിൽ ഇപ്പോൾ തിരിച്ചടി, ഇറാനിൽ തിരിച്ചടി ഉണ്ടാവുന്നു. ആ തിരിച്ചടി ഉണ്ടാകാതിരിക്കണം. നിങ്ങളിപ്പോൾ പറയുന്നത് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നതല്ലേ? ഞാൻ അതിനെ വില വെക്കുന്നതല്ല. ഇറാൻ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നതിന് ഞാൻ വില വെക്കുന്നേയില്ല. അതെനിക്കൊരു വിലയായിട്ടൊന്നുമില്ല. ഞാൻ യുദ്ധത്തിനൊരു വിലയും വെക്കുന്നില്ല. അത് ഇന്നത്തെ യുദ്ധമല്ല, എന്നത്തെ യുദ്ധത്തിനും. യുദ്ധത്തിന് എപ്പോഴും ഒരു പരിധി ഉണ്ടാവും, പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിധി ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. പകക്ക് പരിധി ഉണ്ടാവില്ല, യുദ്ധത്തിന് പരിധി ഉണ്ടാവും, പകക്ക് പരിധി ഉണ്ടാവില്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ ബാപ്പയെ ഇയാൾ ആക്ഷേപിച്ചത് സങ്കല്പിക്കുക. നിങ്ങൾ തമ്മിൽ മൽപ്പിടുത്തം കൂടിയപ്പോൾ നിങ്ങളെ ബാപ്പയെ അവൻ ആക്ഷേപിച്ചു. അപ്പം നിങ്ങൾ അവനെ അടിക്കാൻ ചെന്നപ്പോൾ അവന് ഓൻ്റെ ആളുകൾ കൂടി നിങ്ങളടിച്ചു. തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ പുറകോട്ട് വന്നു. തീർന്നിട്ടില്ല. അവിടെ പ്രശ്നം. നിങ്ങളൊരു സന്ദർഭത്തിൽ തിരിച്ചടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും, പക്ഷെ നിങ്ങളെ പകക്ക് പരിധി ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ബാപ്പ എന്നുള്ളത് നിങ്ങളെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആളാണ്. നിങ്ങൾ ബാപ്പാനടിച്ചാൽ, നിങ്ങൾ ബാപ്പാനാക്ഷേപിച്ചാൽ, നിങ്ങളെ ബാപ്പാനടിച്ചാൽ നിങ്ങളെ പകക്ക് പരിധിയില്ല, നിങ്ങളുടെ അടിക്ക് പരിധിയുണ്ട്. അവൻ്റെ ആളുകളും ശക്തരാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല. പക്ഷെ അവസാനിക്കൂല, പക അവസാനിക്കൂല. ഇവിടെ പകയാണ് ഇവർക്ക് ആവശ്യം, അടിയല്ല. വിവരം എൻ്റെ അടുത്ത് ഇന്ന് വെളുപ്പിനില്ലാത്തത് കൊണ്ടല്ല. കാരണം അമേരിക്ക ചിലപ്പോൾ പ്രൊപ്പഗണ്ട പടച്ചുവിടും. ഇറാൻ സ്ഥിരീകരിച്ചാൽ ഓക്കെ. കാരണം സ്ഥിരീകരിക്കേണ്ടി വരും, മരിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കേണ്ടി വരും, എന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുള്ളൂ. നിങ്ങൾ വിചാരിച്ചതല്ല ഈ ലോകം മഹ്ദിമാമിനല്ല നന്നാക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അത് നിങ്ങളോട് പറയും, നിങ്ങളെ നേതാക്കന്മാർ പറയും നമ്മൾ നന്നായി. അതൊക്കെ ഒരു ഭൂലോക വിഡ്ഢികളായതുകൊണ്ടാണ്. നിങ്ങളെ നേതാക്കന്മാർ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ മുസ്ലിം നേതാക്കന്മാർ. ഭൂലോക വിഡ്ഢികൾ എന്നാണ് വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ. എന്തുകൊണ്ട്? ഉറപ്പ് വിഡ്ഢികൾ, ഭൂലോക വിഡ്ഢികൾ. ഇത് നന്നാക്കാൻ നിനക്ക് കഴിയൂല, അതിനൊരാൾ വരാനുണ്ട്. എന്തുകൊണ്ട്? ഇത് നന്നാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്താണ്, എൻ്റെ ഉള്ളിലേ നന്നാക്കാൻ കഴിയൂ. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പോലെയാണ്. ഇംഗ്ലീഷ് മരുന്നിന് അലോപ്പതിൻ്റെ ദോഷം ഉണ്ടാവും. അലോപ്പതി ആരോഗ്യത്തിനുള്ള ശാസ്ത്രമല്ല, മുട്ടുശാന്തിയാണ്. തിരിഞ്ഞിട്ടില്ല. അലോപ്പതി ഗുളിക കുടിച്ചിട്ട് ഒരാൾക്കൊരു ആരോഗ്യം ഉണ്ടാവില്ല. അലോപ്പതി മുട്ടുശാന്തിയാണ്. അലോപ്പതിയിൽ എന്തേ ഉണ്ടാവുള്ളൂ? അലോപ്പതിയിൽ തലവേദന, കഴുത്തുവേദനയാവും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും. അല്ലെങ്കിൽ തൽക്കാലം കുറച്ച് കാലം ഒളിച്ചു നിന്നിട്ട് ഇതിനേക്കാൾ വലിയതായിട്ട് തുടങ്ങും. കാരണം അലോപ്പതി എന്തല്ല? അലോപ്പതി എന്തല്ല? ഔഷധമല്ല, മുട്ടുശാന്തിയാണ്. അലോപ്പതി ഔഷധമേ അല്ല, അലോപ്പതി കെമിക്കലാണ്. ആയുർവേദമാണെങ്കിൽ ഔഷധമാണ്. ഇപ്പോഴത്തെ ആയുർവേദവും എന്തായി? അലോപ്പതി ഗുളിക പൊടിച്ചിട്ടാണ്. ആയുർവേദത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പനി മാറണമെങ്കിൽ 2 ആഴ്ച എടുക്കും. ഇന്ന് ആയുർവേദത്തിൻ്റെ ഗുളികയെ മരുന്ന് കുടിച്ചാൽ നാളെ മാറും. എന്തുകൊണ്ട്? അത് ബഹുമാനപ്പെട്ട എന്തെന്നെയാണ്? എന്തെന്നെയാണ്? അലോപ്പതിയാണ്, ബഹുമാനപ്പെട്ട അലോപ്പതിയാണ്. അപ്പൊ ഒരാൾ അലോപ്പതി മരുന്ന് കുടിച്ചിട്ട് ഒരാൾ ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചാൽ അതിനൊരു പരിധിയുണ്ട്. ആ പരിധിൻ്റെ ഉള്ളിലേ ഉള്ളത്, അതിനപ്പുറത്തേക്ക് ആരോഗ്യം ഉണ്ടാവില്ല. തൽക്കാലം ഒന്ന് കുട്ടപ്പനാവുന്നേ ഉള്ളൂ. അടുത്ത മാസത്തിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്ന് വരുന്നുണ്ട്. മൂക്കടപ്പ് തൊണ്ടടപ്പാവും, തൊണ്ടടപ്പ് മുട്ടുവേദനയാവും, മുട്ടുവേദന കാലുവേദനയാവും. കാരണം അലോപ്പതി മുട്ടുശാന്തിയാണ്. അലോപ്പതി എന്തല്ല? കെമിക്കലാണ്. എന്തല്ല? ഔഷധമല്ല. ഔഷധം സസ്യങ്ങളാണ്. മണ്ണിലും വെള്ളത്തിലും എന്താണ്? സസ്യങ്ങളിലുമാണ് അല്ലാഹു തആല എന്ത് വെച്ചിട്ടുള്ളത്? ഔഷധം വെച്ചിട്ടുള്ളത്. അതല്ല ഈ സാധനം, ഇത് കെമിക്കലാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്.
എന്നിട്ട് പോലെ മനുഷ്യന്മാരും ഇത് നന്നാക്കാൻ കഴിയില്ല. ഇപ്പം ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവന്നത് അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സ്ഥിരീകരിച്ചു, വലിയ പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം വേറുള്ള വിഭാഗത്തെ പോലെയല്ല. ഇപ്പം സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ല. സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ലല്ലോ. പണ്ഡിതന്മാരുണ്ട്, അത്രയേ ഉള്ളൂ. എന്തില്ല? ഒരു ആത്മീയ നേതാവില്ല. പറഞ്ഞത് അങ്ങനെ തന്നെ പാലിച്ചു. അങ്ങനത്തെ നേതാവ് സുന്നികൾക്കില്ല. ഷിയാക്കൾക്ക് ആത്മീയ നേതാവുണ്ട്. അയാൾ പറഞ്ഞാണ് അവസാന വാക്ക്. ഉദാഹരണം പറയാം, കാത്തലിക്സ് ക്രിസ്ത്യാനികൾക്ക് ഒരു ആത്മീയ നേതാവുണ്ട്. അതാരാ? പോപ്പ്. പോപ്പൊരു കാര്യം പറഞ്ഞാൽ അതാ നിയമം. അപ്പൊ പോപ്പിനൊരു ക്ഷതം പറ്റുക പറഞ്ഞാൽ കാത്തലിക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നതിനേക്കാൾ അവർക്ക് വേദന പോപ്പിനൊരു ക്ഷതം പറ്റലായിരിക്കും, അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ. കാരണം അത് അവരുടെ ആരാണ്? രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അവരെ എന്താണ്, വത്തിക്കാൻ സിറ്റിയിലെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല പോപ്പ്. പോപ്പ് ആരാണ്? അവരുടെ റിലീജിയസ് സ്കോളറാണ്, അവരുടെ സുപ്രീം കമാൻഡറാണ്, റിലീജിയസ് കമാൻഡറാണ്, സുപ്രീം കമാൻഡറാണ്. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. അങ്ങനെ സുന്നികൾക്കൊരു നേതാവില്ല. മനസ്സിലാണ്ട്? ഒരു കാലത്ത് ഖലീഫമാരുണ്ടായിരുന്നു. ഖിലാഫത്ത് 900-ന്റെ തുടക്കത്തിൽ തകർന്നു. പിന്നെ അങ്ങനെ ഇല്ല. അതിലെതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഷിയാക്കൾക്ക് ഏത് കാലത്തും ആരുണ്ട്? അത് പ്രശ്നമാണ്. ആത്മനേതാവിന് എന്തെങ്കിലും സംഭവിക്കാറിഞ്ഞാൽ പക അവസാനിക്കൂല, അവസാനിക്കല്ല പക. അത് പ്രശ്നമാണ്. ഈ പ്രശ്നം യുദ്ധം ചെയ്ത് ഇനി അമേരിക്കക്ക് ഇറാനോട് ശത്രുതയുണ്ടെങ്കിൽ, ഇസ്രായേലിനുണ്ടെങ്കിൽ, ഇത് യുദ്ധം ചെയ്ത് തീർക്കാൻ ഒരു രാജ്യത്തോട് തർക്കം പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം, യുദ്ധം ചെയ്ത് ഒതുക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷി, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, UN. മനസ്സിലായില്ല? ഇവിടെ യുണൈറ്റഡ് നേഷൻസ് എന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അവർക്കിടയിൽ ആ കാര്യം പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ യുദ്ധം പിന്നെ നിർത്തിയിട്ട് പിന്നെയും മുന്നോട്ട് പോകാം. കൊല്ലങ്ങൾ എത്ര യുദ്ധം നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ രാജ്യത്തിൻ്റെ പരമാധികാരിയും ആത്മീയ നേതാവിനെയും കൊന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം, അത് അവിടെ അവസാനിക്കൂല. ആ പ്രശ്നം അവസാനിക്കുന്നില്ല. ആ പ്രശ്നം അവസാനിക്കില്ല. ആ പക അവസാനിക്കൂല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അവസാനിക്കൂല. ഈ പ്രശ്നത്തിന് ഇനിയിപ്പോൾ ഈ പ്രശ്നം ഇതിന് സൗകര്യം മുഴുവനും പേർഷ്യൻ അറേബ്യൻ രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകൾ, അവർക്ക് അമേരിക്കക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തോൾ മിലിറ്ററി ബേസുകളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ആ ശത്രുത നേരെ ആരോടാണ്? ഇവർക്ക് പക ആരോട് വരും? ഈ രാജ്യങ്ങളോട്. ഇസ്രായേലും ഇവരും തമ്മിലുള്ള ഉഭയപക്ഷ മുസ്ലിം രാജ്യ നേതാക്കന്മാർ ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ എഫ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ വരെ ദൃഢമായി ലോകത്തിന്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും അറബ് നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. സുന്നികൾ അത് തൽക്കാലം ഉണ്ടാക്കും. അതേസമയത്ത് ഷിയാക്കൾക്ക് ഇതോടുകൂടെ എന്ത് വരും? നേരത്തെ തന്നെ പക ഇരട്ടിക്കുന്നു പറഞ്ഞാൽ തീരൂല. ഈ ദുരന്തം മുഴുവനും ഗൾഫ് അനുഭവിക്കണം. അമേരിക്ക ഇത് ബാധിക്കൂല, അമേരിക്ക ഇത് ബാധിക്കേയില്ല. അമേരിക്കക്ക് ഇത് ലാഭമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശത്രുത സ്ഥിരമാക്കിയിട്ടാൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത, നമ്മൾ രണ്ട് വിഭാഗം, നമ്മൾ സുന്നികളും അവർ ഷിയാക്കളുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് തീർത്താ തീരാത്തൊരു പക നമ്മൾ അസ്ഥിവാരം ഇട്ടാൽ അതൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നം തീർക്കാൻ കഴിയില്ല. സദ്ദാം ഹുസൈനെ കൊല്ലുമ്പോൾ പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്. അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആരല്ല? ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രശ്നം മഹദിക്കല്ലാതെ തീർക്കാൻ കഴിയില്ല. ഇമാം മഹദിക്കല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ പഠിച്ചവനെ ഇത് സ്ഥിരീകരിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്? അന്നം തേടി മനുഷ്യന്മാർ ഓടുന്ന നാടാണത്. മനുഷ്യന് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. സത്യത്തിൽ പണ്ട അവസ്ഥയില്ല. ആ അവസ്ഥനെ തകിടം മറിച്ചൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഒരു നാട്ടുകാർക്ക് ഭക്ഷണം കിട്ടുന്നത് ആ നാട്ടിൽ നിന്നാണ്.
അതിന് പുറത്തുനിന്ന് ഒരു ഭക്ഷണം ശേഖരിക്കുക എന്നുള്ളത് കച്ചവടം ഓക്കെ. അതിൻ്റെ അപ്പുറം തൊഴിൽ എന്ന് പറഞ്ഞത് പരിധി വിട്ട തൊഴിൽ വൈകുന്നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മടങ്ങി വരാൻ കഴിയണം, അതിന് കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാട്ടിൽ നൽകിയ ഒരു അസാബാണ് എന്ത്? ഗൾഫ് ജോലി. ഗൾഫ് ജോലി ഒരു അസാബാണ്, അതൊരിക്കലും ഒരു അനുഗ്രഹമല്ല. ഈ ഗൾഫുകാർക്കും കൂടി ഇന്നോട് ദേഷ്യം ഇരട്ടിയാവും. കാരണം ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണം. അങ്ങനെ പല പ്രശ്നം ഉണ്ടായാലും ചെറിയ പ്രശ്നമൊന്നുമല്ല, വലിയ പ്രശ്നങ്ങളുണ്ട്. നിക്കാഹ് മനുഷ്യ കുടുംബത്തിൻ്റെ അടിസ്ഥാനം, നിക്കാഹിൻ്റെ നഷ്ടം നിക്കാഹിൻ്റെ ലക്ഷ്യം ഗൾഫ് നഷ്ടപ്പെടുത്തി. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് നിക്കാഹ്. ഒരാൾ പ്രായപൂർത്തിയായാൽ അടിസ്ഥാന ആവശ്യമാണ് എന്ത്? നിക്കാഹ്. നിക്കാഹിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടുത്തി. നിക്കാഹിന് ഇരിക്കുമ്പോൾ എന്താണ് നിക്കാഹിൻ്റെ ഖുത്ബയിൽ എന്താ പറയുക? ഫൈനഹു അഗളു ലിൽ ബസരി വഅഹ്സനുൽ ഫർജ്. അത് കണ്ണിൻ്റെ ദൃഷ്ടിയെ താഴ്ത്തും, ലൈംഗികാവയവത്തിന് സുരക്ഷിതത്വം നൽകും. എന്ത്? നിക്കാഹ് അല്ലേ? പറയാം. എന്തിനാ നിക്കാഹ്? നിക്കാഹ് എന്തിനാ? പറയാം. എന്തിനാ നിക്കാഹ്? ഫൈനഹു അഗളു ലിൽ ബസരി, ദൃഷ്ടിയെ താഴ്ത്തും. ഹറാമായതിലേക്ക് ദൃഷ്ടി പിന്നെ പോകില്ല ഒരാൾ പെണ്ണിട്ടിയാൽ. കാരണം അവൻ്റെ കൂടെ അവനിഷ്ടപ്പെട്ട ഇണുണ്ട്. നിങ്ങൾ കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടേ നിങ്ങൾ കെട്ടാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? പിന്നെ വേറൊന്നിലേക്ക് നിങ്ങൾ കണ്ണ് പോകരുത്. അവനിഷ്ടപ്പെട്ട് ഒരു പെണ്ണിനെ പറ്റിയില്ലെങ്കിൽ മറ്റേ പെണ്ണ്, അല്ലെങ്കിൽ വേറൊരു പെണ്ണ്. പെണ്ണിനും പുരുഷൻ തമ്മിൽ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം, എന്നിട്ടാണ് കല്യാണം വേണ്ടത്. അതോടുകൂടെ രണ്ടാളും ദൃഷ്ടി അവിടെ താഴ്ന്നു പോകും, വേറെ ഹറാമിലേക്ക് പോകൂല. ഫൈനഹു അഗളു ലിൽ ബസരി വഅഹ്സനുൽ ഫർജ്, അവൻ്റെ ലൈംഗികാവയവത്തിൻ്റെ സുരക്ഷിതത്താണ്. വേറൊന്നിനെ ആ ലൈംഗികാവയവം ആഗ്രഹിക്കൂല. എന്തുകൊണ്ട്? അവൻ്റെ കൂടെ സദാ അവൻ്റെ ആരുണ്ട്? ഇണയുണ്ട്. ഈ ലക്ഷ്യം നഷ്ടപ്പെടുത്തി. അപ്പോൾ വിവാഹം എന്ന മാനുഷിക സമൂഹത്തിൻ്റെ അടിസ്ഥാനം കുടുംബമല്ലേ? ഭൂമിയിൽ നിന്നല്ല കുടുംബം ഉണ്ടായത്, ഭൂമിയിൽ നിന്നല്ല, അള്ളാഹിൻ്റെ ഹളറത്തിൽ നിന്നാണ് എന്തുണ്ടായത്? കുടുംബം ഉണ്ടായത്. കുടുംബം നിസ്കാര ഭൂമിയിലുണ്ടായതാ, നോമ്പ് ഭൂമിയിലുണ്ടായതാ, ഹജ്ജ് ഭൂമിയിലുണ്ടായതാ, സക്കാത്ത് ഭൂമിയിലുണ്ടായതാ, ദർസ് ഭൂമിയിലുണ്ടായതാ, മദ്രസ ഭൂമിയിലുണ്ടായതാ, പള്ളി ഭൂമിയിലുണ്ടായതാ, ഇതൊക്കെ ഭൂമിയിലുണ്ടായതാ. അതേസമയത്ത് കുടുംബം ഭൂമിയിലുണ്ടായതല്ല, ഏതോ ലോകത്തുണ്ട്, അള്ളാഹിൻ്റെ ഹളറത്തിലുണ്ടായതാ, പിന്നെ ഭൂമിക്ക് ഇറക്കിയതാ. അപ്പൊ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം പള്ളി മദ്രസ ഒന്നുമല്ല. എന്താണ്? പറ മനുഷ്യ, ആദ്യം ഉണ്ടായതല്ലേ? ആദ്യം വേണ്ട ചിന്തിക്ക്. ആദ്യം ഉണ്ടായതല്ലേ? ആദ്യം ഉണ്ടായത് കയറിയിരിക്കുക, ആളുകൾ വരും, കയറി ഇങ്ങോട്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് പറ്റി? എൻ്റെ മുന്നിൽ ഇരിക്കണ്ട, എനിക്ക് ദേഷ്യം വരും. ചില നേരത്തെ ഒന്നും വിചാരിക്കുന്നിട്ട് അവനെ. നിങ്ങൾ പുറത്തെ കുട്ടികളെ വിഡ്ഢികളാകരുത്, നിങ്ങൾ പഠിക്കണം, എല്ലാം പഠിക്കണം. അത് നല്ല കുട്ടികളല്ലേ, എഡ്യൂക്കേറ്റഡായ കുട്ടികൾ വിഡ്ഢികളെ പോലെ ആകുന്ന മനസ്സൊക്കെ വിഷമിക്കുകയാണ്. പുതിയ ലോകത്തിന് അന്തയില്ല, ഒരു അന്തമില്ല. എടോ എനിക്കല്ലേ അന്തല്ലാതാകണ്ട്? എനിക്ക് താടി നരച്ചില്ല. ഇപ്പം നിങ്ങളെ കൂട്ടത്തിൽ അന്തല്ലാത്ത ആൾ ഞാനാണെങ്കിൽ അയാൾക്ക് വയസ്സായില്ലെന്നറിയാലോ. നിങ്ങളെപ്പറ്റി എങ്ങനെ പറയാം? ഓക്കെ, എഡ്യൂക്കേറ്റഡായ ആളുകൾ, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആളുകൾ, അങ്ങനെയല്ലേ നിങ്ങളൊക്കെ? നല്ലൊരു ശതമാനം. നിങ്ങൾക്ക് അന്തല്ല. ഇപ്പം എന്താ ചെയ്യുക? ഭയങ്കര വിഷമം, ഭയങ്കര വിഷമം. ഈമാൻ കിട്ടി മരിക്കുകയാണെങ്കിൽ ഇന്നൊരിക്കലും എനിക്കിഷ്ടം. കാരണം ലോകം ഇനി നന്നൂല. ഈമാൻ കിട്ടിയ അള്ളാഹു സ്വീകരിക്കാൻ ഇന്ന് മരിക്കാൻ എനിക്കിഷ്ടം. കാരണം എന്തുകൊണ്ട്? ഈ മനുഷ്യന്മാരുടെ വർത്താനം പറഞ്ഞ എനിക്ക് കാര്യമല്ല. കാരണം നേരി മനുഷ്യന്മാർ സ്വീകരിക്കാനല്ല, അവർക്ക് ഒപ്പിച്ച് പറയണം. ഈ കുറച്ച് ആളുകൾ, കുറച്ച് മൂല്യന്മാരും കുറച്ച് തങ്ങന്മാരുണ്ട്, അവർക്കനുസരിച്ച് നമ്മൾ വർത്താനം പറയണം. അല്ലെങ്കിൽ ഒരു നമ്മൾ ലിസ്റ്റിന് വിട്ടും എല്ലാ ചീത്തയും ഇല്ലാത്തതും പറയും. ഞാൻ കാദിയാനിയാണ്, ഞാൻ ചേകനൂല എന്നുണ്ട്, ഒരു മാസം കഴിഞ്ഞിട്ടില്ല. എന്തേന് കാരണം? റസൂലുള്ളാഹി ആയിഷ ബീവിയെ കെട്ടിയത് 9 വയസ്സിലാവൂല എന്നൊരു ഗവേഷണമാണ്. ഒരു മനുഷ്യൻ ഗവേഷണം ചെയ്യാൻ അധികാരമുണ്ടല്ലോ. ഞാൻ അവിടുന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ അതിന് ആങ്ങോർന്ന് ഇങ്ങനെ ഉന്നെപ്പറ്റി പറഞ്ഞ് ഞാനോട് വിചാരിച്ചിട്ടില്ല. കാദ്യാനിയും ചേകനൂരിനൊക്കെ പറ്റി എന്നെപ്പറ്റി ഈ സംഘടന, ഈ സുന്നികൾ, ബാബികൾ കുട്ടികളെ, ഈ EKAP വിഭാഗത്തിൽപ്പെട്ട സുന്നി മൂല്യന്മാർ ഇന്നെപ്പറ്റി കാദ്യാനി, ചേകനൂര് എന്ന് പറഞ്ഞാൽ നേരെ എൻ്റെ മയന എന്താണ്? കാഫിർന്നല്ലേ. അങ്ങനെ പറയുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആങ്ങോറിൽ പെട്ടു. എന്തായി പറയണത്? ഒരു മനുഷ്യന് ഗവേഷണം താൻ അധികാരമല്ലേ? ഞാൻ തീർന്നിട്ടില്ല, ഞങ്ങളെ മോത്തടിക്കും ഇൻഷാ അല്ലാഹ്. തല താഴ്ത്തും,
നിങ്ങൾ തല താഴ്ത്തേണ്ടി വരും. നാളുണ്ടെങ്കിൽ തല താഴ്ത്തേണ്ടി വരും. എൻ്റെ ആയുധം തീർന്നില്ല. എൻ്റെ ആയുധത്തിൻ്റെ 10% പുറപ്പെടുത്തില്ല. ഞാൻ ഇത്ര അങ്ങനെയൊക്കെ പറയണല്ലോ. സംഗതി അയാൾക്ക് പേച്ചതാവും. എന്നാലും അയാൾ നമ്മളൊരാൾ തന്നെയാണ്. അങ്ങനെ പറയണ്ടേ? അയാൾ കാഫിറെന്ന് അറിയാൻ പാടില്ലല്ലോ. കാഫിറെന്ന് അറിയില്ലല്ലേ? ഇതിനേക്കാളല്ലേ ചേകനൂരാണ്. അല്ല, അങ്ങനെയല്ല. ഖാദിയാനി ചേകനൂരിനൊക്കെ പറയുന്നതിനേക്കാൾ പക്ഷേ മത്തായി തോമസ് എന്നൊക്കെ പറയുകയാണെങ്കിലും ഇസ്ലാം ശത്രു എന്നല്ല, അവൻ അന്യ മതക്കാരനാണ്, അത്രയേ ഉള്ളൂ. ഖാദിയാനി പറഞ്ഞ ഇസ്ലാം ശത്രുവല്ലേ, ചേകനൂർ പറഞ്ഞ ഇസ്ലാം ശത്രുവല്ലേ. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയാണ് എഴുതിയത്. ആരെഴുതിയത്? സുന്നികൾ, വഹാബികൾ മിണ്ടിയതുമില്ല. എന്തുകൊണ്ട്? മിണ്ടേണ്ട ആവശ്യമില്ല. ആരെന്നെ കൊണ്ടുണ്ട്? വഹാബികൾ പിന്നെ ലാസ്റ്റ് ഒന്ന് കുളം കലക്കാൻ നോക്കി, മലപ്പുറത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടാക്കി, എത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെയാണ് അത്. എന്തുകൊണ്ട്? ലാസ്റ്റ് പിന്നെ ഒന്നുകൂടി ഇളക്കാൻ നോക്കിയേ ഉള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ദമ്മൊക്കെ കിട്ടി ദമ്മ് കഴിച്ച് പിന്നെ ഒന്ന് ഇളക്കുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇന്ന് മരിക്കണമെങ്കിൽ ഇന്ന് ഒരിക്കലും ഇഷ്ടം ഈമാൻ കിട്ടി മരിക്കണമെന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? മനുഷ്യൻ നന്നാവില്ല, നന്നാകുന്നില്ല. ഇന്നലേക്ക് നന്നാക്കാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ കോലം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി ചോദിക്കുകയാണല്ലോ, എന്ത് ആ കുട്ടി എഡ്യൂക്കേറ്റഡ്. ഞാൻ ആ കുട്ടീനെ എതിർക്കല്ലോ, ഞാൻ നമ്മളെ അറ്റ്മോസ്ഫിയർ പറയാ. അതെന്താ അവസ്ഥ? അതങ്ങനെ ബുഖാരി മുസ്ലിമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ആ ചോദ്യത്തിന് മയനുണ്ട്. എന്തുകൊണ്ട്? അത് ആ കുട്ടിക്ക് അറിയില്ല. അതേസമയത്ത് ഈ ലോകത്തിൽ നിന്ന് എന്നും ഈ ലോകത്തെ ഒന്നാമത്തെ നുണയും അവസാനത്തെ നുണയും എന്താണ്? പത്രമാണ്. പത്രത്തിൻ്റെ അത്ര നുണ ഈ ലോകത്തില്ല. പത്രം പക്ക നുണയാണ്. അതെല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഏത് പത്രം? ഇപ്പം മനോരമ, മാതൃഭൂമിയൊക്കെ നുണയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പം നിങ്ങൾ ബഹുമാനിക്കുന്ന ചില പത്രങ്ങളുണ്ട്, അവരും കൂടി ഞാൻ പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ദേഷ്യമാവും. അതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല, മൊത്തത്തിലാണ് പറയാ. പെര കത്തി ചാമ്പലാകിയപ്പോൾ ഓടി പിന്നെ കഴിഞ്ഞപ്പോൾ പള്ളിയൊക്കെ ഓടിയിട്ട് മുളിയരോട് റിസൾട്ട്. അപ്പോൾ പരക്കാരൻ പോയി പറഞ്ഞു, ഉസ്താദേ പുര കത്തി തീർന്നു പറഞ്ഞു. അപ്പോൾ മൂലിയരല്ലേ, മൂലിയർ എന്നാൽ പൗതി അറബിയും പദ്യമല്ലാതല്ലേ പറയാ, കുല്ലും കത്തിയെന്ന് ചോദിച്ചു. അപ്പം മൂപ്പരെടുത്തി മക്ക കഴിച്ച് ആകെ കത്തി തീർന്നിട്ട് പിന്നെ കുല്ലായിട്ട് വാക്കിയ ചോദിച്ചു. എന്താ മൂപ്പര് വിചാരിച്ചു എന്തോ ഒരു കൗക്കോല് പട്ടി പോലത്തെ സാധനമാണ് എന്ത് കുല്ലേന്ന. ആകെ കത്തി തീർന്നിട്ട് കുല്ലായിട്ട് വാക്കിയ ഉസ്താദേ എന്ന് പറഞ്ഞ മാതിരി ഈ ലോകത്തെ എല്ലാ പത്രവും നുണയാണ്. നുണയല്ലാത്തൊരു പാത്രം ഈ ഭൂമിയിൽ ഇന്ന് ഇറങ്ങിയിട്ടില്ല. ഇന്നലെ ഇറങ്ങിയിട്ടില്ല, മിഞ്ഞാന്ന് ഇറങ്ങിയിട്ടില്ല. നുണ മാത്രം. പത്രത്തിൽ നേര് എന്നുള്ള ചരമകോള, അത് നേരാ. പിന്നെ പ്രാദേശിക വാർത്തകൾ. എന്ത്? ഞെളിയമ്പറമ്പ് പോകുന്ന ബൈക്കുള്ള 6-ാം വാർഡിലെ ഇലക്ട്രിക് കമ്പി പൊട്ടി വീണു, അത് ഓക്കെ, അത് നേരാ. നമ്മൾ അണക്കെട്ട് പൊട്ടി വെള്ളം മുഴുവൻ താഴേക്ക് പോയി, ഓ അത് നേരം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വാർത്ത മൊത്തം നുണയാണ്. കാരണം ഇതാര് കൊടുക്കണം? റോയിട്ടർ കൊടുക്കണം. ഈ ലോകത്തെ പത്രം മൊത്തം നിയന്ത്രിക്കുന്നത് 6 ആളാണ്. മൊത്തം ആ 6 ആളെന്നാൽ ഒരാളാണ്. നിങ്ങൾ സാത്താൻ്റെ നവലോകക്രമം എന്നൊരു പുസ്തകമുണ്ട്, ആ പുസ്തകം ഒന്ന് വായിക്കി. ഏറ്റവും നിങ്ങൾ ആ പുസ്തകം വായിക്കി. സാത്താൻ്റെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു എപ്സ്റ്റീൻ ഫയൽസ് ഒന്നും വേണ്ടി വരില്ല. ഞാനതിനെപ്പറ്റി ഒന്നും പറയാതെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പുസ്തകം വായിക്കി. പുസ്തകം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, സാത്താൻ്റെ നവലോകക്രമം എന്ന് എൻ്റെ പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകം ഇവിടെ ഉണ്ട്. പുസ്തകമൊന്നും കൊടുത്തില്ല, ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ പുസ്തകം എഴുതി വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് പുസ്തകം. നിങ്ങൾ ആ പുസ്തകം മാത്രം ഒന്ന് വായിക്കി. എപ്സ്റ്റീൻ ഫയൽസ് നിങ്ങൾ പിന്നെ വായിക്കേണ്ടി വരില്ല. നുണയല്ലാത്തൊന്നും ലോകത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനീ പറയുന്ന പ്രശ്നം ഇതൊന്നല്ല. ഇപ്പം നിങ്ങളെ ബുദ്ധിയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടാകാൻ? ഇറാൻ എന്ത് കുന്തം കഴിയും? അതൊന്നും അങ്ങനെയാണെങ്കിൽ ഇറാൻ അവരുടെ ആത്മീയതാവ് നമ്മൾ രക്ഷിക്കല്ലേ വേണ്ട. അതിനെ എത്ര ഉള്ളൂന്നറിയാം. എല്ലാം കഴിഞ്ഞാൽ പാപ്പാൻ അടിച്ചിട്ട് കൈ മുറിക്കുമ്പോൾ മക്കളുണ്ടല്ലോ കാണിച്ചു തരാമെന്നറിയുന്നു.
കാണിച്ചിട്ടാണെങ്കിൽ അപ്പം തന്നെ കാണിച്ചു കൊടുക്കണ്ട്. പിന്നെ അവസാനം എല്ലാം കൂടി നശിപ്പിക്കുക, ഓരും നശിപ്പിക്കണം, അടക്കം എല്ലാം ഔറ്റും. ഇറാൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കും. അതൊക്കെ സാധാരണയാണ്. ആ തിരിച്ചടി നടക്കൂല എന്നൊന്നും, അത് പെട്ടെന്ന് നിൽക്കുന്നൊന്നും ഞാൻ ഈ പറഞ്ഞ അർത്ഥമല്ല. പക്ഷെ ഇവിടെ ഉണ്ടാവുന്നത് പകയാണ്. ഈ പക മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയ പകയുണ്ടാകലാണ് ആരെ ലക്ഷ്യം? സയനിസ്റ്റുകളുടെ ലക്ഷ്യം. അപ്പോൾ ആ രാജ്യങ്ങൾ അശാന്തമാവും. ആ അശാന്തതയാണ് ഭയപ്പെടുന്നത്. അവർക്കിടയിൽ നീതി, ഇപ്പോൾ തന്നെ നീതിയില്ല, ഉള്ള നീതി നഷ്ടപ്പെട്ടു. മനസ്സിലാണ്ട് പറഞ്ഞത്, പക വന്നാൽ പിന്നെ നീതി ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായി? പക ഉണ്ടായാൽ എന്തില്ല? പിന്നെ നീതിയില്ല, പിന്നെ നീതിയില്ല. നീതിയില്ലെങ്കിൽ ഖുർആനും ഇല്ല. ഖുർആൻ എന്തിനാ വന്നത്? തറാവീഹ് നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഖുർആൻ എന്തിനു വന്നാണ്? നീതി അൽപ്പകം മാത്രം, വേറെ ഒന്നുമില്ല. ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. നമ്മൾ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടിയാണ്. എന്തിറക്കിയത്? വേദഗ്രന്ഥങ്ങൾ, ഖുർആൻ അടക്കമല്ല. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ ഭൂമിയിൽ വന്നത് നീതിക്ക് വേണ്ടിയാണ്. നീതിയാണ് ആവശ്യം. പക വന്നാൽ എന്തുണ്ടാവില്ല? നീതി ഉണ്ടാവില്ല. അനീതിയോ വീണ്ടും അനീതിയെ ഉണ്ടാക്കും. അനീതിക്കൊരു പ്രശ്നമുണ്ട്. അനീതി പ്രസവിക്കും, നീതി പ്രസവിക്കൂല. അനീതി പ്രസവിക്കും, അനീതി പ്രസവിക്കും. ഒരുത്തൻ അടിച്ചാൽ മറ്റവനെ വിട്ടും. തിരിച്ചടിക്കല്ലേ? പകയാണ്. പക വന്നുപോയി. പക വന്നാൽ പിന്നെ തമ്മിലടിക്കലൊക്കെ നമ്മളെ അങ്ങാടിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി മദ്യം പറഞ്ഞ് 2 ചായയും വാങ്ങിക്കൊടുത്ത് പിന്നെ സലാം പറഞ്ഞ് പിരിക്കും. അത് തീർന്നവിടെ. അതേ സമയത്ത് പകയായാലോ? തീരൂല. ഒരുത്തൻ അടിച്ചാൽ മറ്റൊന്നിനെ വെട്ടും. ഇവിടെ ഒരാളെ വെട്ടിയാൽ പിന്നെ അടുത്തത് എന്താ ഉണ്ടാവുക? 2 ആൾ വെട്ടും. 2 ആൾ വെട്ടിയാൽ 4 ആൾ വെട്ടും. ഇതെന്തിൻ്റെ ഉൽപ്പന്നമാണ്? അനീതി. അനീതി എന്തുകൊണ്ടുവരും? പക വീണ്ടും അനീതിയെ കൊണ്ടുവരും. ആ അനീതി വീണ്ടും അനീതിയെ കൊണ്ടുവരും. അനീതി വന്നു പോയാൽ കഴിഞ്ഞു. അമ്പിയാക്കളൊക്കെ വന്നത് എന്തിനു വേണ്ടിയാ? പറക്കുട്ടി, എന്തിനു വന്നു അമ്പിയാക്കൾ? നീതിക്ക് വേണ്ടി മാത്രം. അല്ല, എന്തിനാണ്? അതാണ് ഇല്ലാതെയാവുന്നത്. അത് ചെറിയ മോശമല്ല. ചെറിയ മോശമല്ല. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ കൊല്ലുക, ആ രാഷ്ട്രത്തെ തോൽപ്പിക്കാം. ആ രാഷ്ട്രത്തിന് ഭരണാധികാരിയെ കൊല്ലാൻ പറ്റൂല. അവർ തിരഞ്ഞെടുത്ത ഭരണാധികാരിയാണ്. പിന്നെ ആഭ്യന്തര കലാപം എവിടെ ഉണ്ടാക്കാം? അവിടെയൊക്കെ പുതിയ ആളെയും കിട്ടും. ഇത് കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഭരണാധികാരി മാത്രമല്ല. ഇതാരാണ്? ആത്മീയതാവാണ്. അത് പകയായും പ്രസവിക്കും. ആ പക അവസാനിക്കൂല. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിലും പ്രശ്നമല്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആര്? ആത്മീയതാവ് മാത്രം. അവർക്ക് ഖുർആനും ഹദീസും നല്ല പ്രശ്നം ആരാണ്? നേതാവ് പ്രശ്നമാണ് അവർക്ക്. നേതാവ് അവർക്ക് പ്രശ്നമാണ്. ഇങ്ങനെ നേതാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത ഷിയാക്കളെ പോലെ ഉണ്ടാവില്ല. ആത്മീയ നേതാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത ഷിയാക്കളെ പോലെ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. അപൂർവമാണ്. അപ്പോൾ ബാക്കിയാണ്. അത് പമ്പ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം തന്നെയാണ് ഇവരുടെ ആവശ്യം. യുദ്ധല്ല, ഫിത്നയാണത്. ഇത് ഫിത്നയാണ്. ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്. ഫമൻ അയ്ഖളഹ, ആരെങ്കിലും ഫിത്നയെ ഉണർത്തിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കും. കാരണം അത് അവസാനിക്കൂല. ഫിത്ന ഉണർന്നാൽ അവസാനിക്കൂല. ഇത് ഫിത്നയാണ്. സാരമില്ല, നമ്മളിപ്പോൾ എന്താ പറയാൻ പറ്റൂല. വലൗശിഇതു അൻ അബ്കിയ ദമൻ ലബകൈതു എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ചോര കരയാൻ കഴിയുമെങ്കിൽ ഞാൻ ചോരയും കരയുമായിരുന്നു. ഭയങ്കര വിഷമാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം ഇതൊക്കെ ലോകത്ത് സമാധാനം നശിപ്പിക്കും. അതാണ് അവരുടെ ആവശ്യം. പ്രത്യേകിച്ച് ഇവരൊക്കെ ലക്ഷ്യം എന്താണെന്നറിയോ? അവരുടെ മാനം കീറിയിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫൈൽസ് പുറത്തു വന്നപ്പോൾ നീ ശ്രദ്ധ തിരിച്ചു വിടണം. ഇപ്പൊ ലോകത്തെ ശ്രദ്ധ അതാണ്. ശ്രദ്ധ തിരിച്ചു വിടണം. അതാണ് ഇത്ര പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയത്. ഇവർ മാനം ഇവർക്കില്ല. ഉള്ള മാനവും കീറി.
നീ ലോകത്തിന്റെ ശ്രദ്ധ അവർക്ക് തിരിച്ചുവിടണം. ഇതൊക്കെ കരുതി കൂട്ടിയ ചതികളാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചതിയാണ് ഇതൊക്കെ, മൊത്തം ചതിയാണ് ജനങ്ങളെ. കണ്ണൊക്കെ ചതിയാണ്, ഭയാനകമായ ചതികളാണ്. ഇതന്നെ അള്ളാഹു തആല ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി. റബ്ബിനല്ലാതെ ഇതിനൊന്നൊരു പരിഹാരം ഉണ്ടാക്കാനോട് കഴിയൂല്ല. റബ്ബിനോട് എല്ലാവരും ദുആ ചെയ്തോടി, ലോകത്തൊരു സമാധാനം ഉണ്ടാവാൻ. സമാധാനം ഉണ്ടായില്ലെങ്കിലും ഉണ്ടാകില്ലെങ്കിലും നിങ്ങൾക്ക് അത് ആഗ്രഹിച്ച കൂലിട്ടുമല്ലോ. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിങ്ങളെ പൊതുകാര്യത്തിൽ ഒരാൾക്ക് വിഷമം തോന്നിയില്ലെങ്കിൽ അയാൾ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന, കുട്ടികൾ എഴുതിച്ചോളി ഹദീസ്. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിങ്ങളുടെ പൊതുകാര്യങ്ങൾ ഒരാൾക്ക് വിഷയമായി തോന്നിയില്ലെങ്കിൽ ഫലൈസ മിൻഹും, അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രശ്നങ്ങൾ. നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ ഇതിൽ ക്ഷീണം വരും. എല്ലാവർക്കും മിഡിൽ ഈസ്റ്റിൽ മൊത്തം വരും. അതെല്ലാം മതക്കാരും ബാധിക്കും, എല്ലാവരും ബാധിക്കും. ഇത് തമാശയല്ല. ഇതൊരു മതത്തിലും വിഭാഗത്തിലും മാത്രം പെടുന്നതല്ല. വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. പലതരം പ്രയാസങ്ങളുണ്ടാവും. ഇത് വലിയ പ്രശ്നമാണ്. ആത്മീയതയെ തൊടാൻ പാടില്ല. നെപ്പോളിയൻ ഈജിപ്തിലേക്ക് വന്നപ്പോൾ അസ്ഹർ ഷരീഫ് നിർത്തി. 1799 നെപ്പോളിയൻ ഈജിപ്ത് ആക്രമിച്ചപ്പോൾ നെപ്പോളിയൻ എന്ത് ചെയ്തു? നെപ്പോളിയൻ അല്ല സത്യത്തിൽ അത് നിർത്തിയത്. ക്ലാപ്പർ എന്നത് അയാളുടെ സുപ്രീം കമാൻഡറായിരുന്നു. ഈജിപ്തിലേക്കുള്ള പട്ടാളത്തിൻ്റെ സുപ്രീം കമാൻഡറായിരുന്നു ക്ലാപ്പർ. ആരുടെ? നെപ്പോളിയൻ്റെ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം. പിന്നീട് ഫ്രാൻസിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ 1800-ന്റെ തുടക്കത്തിൽ നെപ്പോളിയൻ നേരിട്ട് പട നയിച്ചു വന്നതാണ്. പിന്നെ ക്ലാപ്പറെ ഇവിടെ നിർത്തിയിട്ട് നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് തിരിച്ചുപോയി. ക്ലാപ്പറാണ് ഇത് നിർത്തിയത്. അസ്ഹർ ഷരീഫിലെ പഠനങ്ങളൊക്കെ ക്ലാപ്പർ നിർത്തി. ക്ലാപ്പർ ഒരു നിലക്ക് വർഗീയവാദിയാണ്. നെപ്പോളിയൻ വർഗീയവാദിയൊന്നല്ല. നെപ്പോളിയൻ ഒരു സത്യാന്വേഷിയാണ്. നെപ്പോളിയനെ പറ്റി കഴിഞ്ഞൊരു പ്രസംഗം ഞാൻ കഴിഞ്ഞ കൊല്ലം നടത്തിയിട്ടുണ്ട് അല്ലേ? നെപ്പോളിയൻ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടല്ലോ. അലി ബോണപ്പാർട്ട് എന്ന പേര് സ്വീകരിച്ചാൽ മരിക്കുന്നത്. സെയിൻറ്റ് ഹെലനാസ് ദ്വീപിൽ വെച്ച് മരിച്ചു എന്നാണ്. അയാളുടെ ചിന്തയുടെ വ്യതിയാനമായിരിക്കാം പിന്നീട് യൂറോപ്പ് അയാളുടെ മൊത്തത്തിനെതിരാകാൻ കാരണമെന്നൊക്കെ പല ചരിത്ര ചിന്തകന്മാർക്കും അഭിപ്രായമുണ്ട്. ഏതായാലും അസ്ഹർ ഷരീഫിലെ പഠനം വരെ ക്ലാപ്പർ നിർത്തി. അപ്പോൾ അസ്ഹർ ഷരീഫ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കായ കൊല്ലം ദീനി പ്രബോധനം നടത്തുന്ന, ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അസ്ഹർ ഷരീഫ്. അവിടുത്തെ പഠിപ്പ് നിർത്തി, അസ്ഹർ നിർത്തി. അത് മുസ്ലിങ്ങളെ ഭയങ്കര പ്രതികൂലമായി ചിന്തിപ്പിച്ചു. പിന്നീട് ക്ലാപ്പർ 1803 ഒരു തോട്ടത്തിൽ ക്ലാപ്പർ വിശ്രമിക്കുമ്പോൾ ഒരാൾ പോയിട്ട് കുത്തിക്കൊന്നു. പക. മനസ്സിലായില്ല? പക. ആരോടുള്ള പക? ക്ലാപ്പറോട്. എന്തുകൊണ്ട് ക്ലാപ്പറോട് അങ്ങനെ പക ഉണ്ടായി? ക്ലാപ്പർ എന്ത് നിർത്തി? അസ്ഹറിലെ പഠിപ്പ് നിർത്തി. ഇന്നിപ്പോൾ നമ്മളെ ഒരു കോളേജിലെ പഠിപ്പ് നിർത്തുമ്പോൾ നമ്മളെ വിഷമം എത്രയാണ്? നമ്മൾ അന്നം റേഷൻ കിട്ടിയില്ലെങ്കിലും അന്നോ റേഷൻ കിട്ടി പള്ളിയിൽ ഇനി ദർസ് കണ്ട അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല പറഞ്ഞാൽ അവിടെ നമ്മളെ സഹിക്കാൻ കഴിയില്ല. റേഷൻ വെട്ടിയാലും പ്രശ്നമില്ല. അങ്ങനെ തന്നെയല്ലേ? അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിൽപ്പന്നെ എന്തുമ്മലാണ്? ദീനി വിജ്ഞാനമാണ്. വിജ്ഞാനം അല്ലെങ്കിൽ ജീവിക്കാൻ മുസ്ലിമിന് കഴിയില്ല. അത് നിർത്തിയാൽ ആ പക ക്ലാപ്പറെ കുത്തിക്കൊന്നു. അതായത് ക്ലാപ്പർ എന്നാൽ അവരുടെ ഈജിപ്തിലേക്കുള്ള സൈന്യത്തിൻ്റെ സുപ്രീം കമാൻഡറാണ് ക്ലാപ്പർ. അപ്പം അയാൾക്ക് എത്ര ബോഡി ഗാർഡ് ഉണ്ടാവും? ഈ ബോഡി ഗാർഡിനെയൊക്കെ മറികടന്ന് തോട്ടത്തിൽ വിശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യൻ തോട്ടത്തിലേക്ക് നുഴഞ്ഞ് കയറിയിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഉടുമ്പ് എഴയും പോലെ എഴഞ്ഞു പോയിട്ടാണ് കൊന്നത്. ആരെ? ക്ലാപ്പർ. കാരണം പക. ഇതാണ് പക. ഈ ആത്മീയതയെ തൊട്ടൊക്കെ പക ഉണ്ടാവും. ആ പക അവസാനിക്കൂല. അത് വേറെ, അത് സാധാരണ നിസ്സാര സംഭവമല്ല. അത് ഭയങ്കര
അത് ഭയങ്കര. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു ആൾ കല്ലെടുത്തെറിഞ്ഞാൽ, ആര് കല്ലെടുത്തെറിഞ്ഞാലും അതിന് പ്രശ്നം ഉണ്ടാവുമല്ലേ? ഉണ്ടാവുമല്ലോ. ഒരു കളിക്കളത്തിൽ കല്ലെടുത്തെറിയാലും തല്ലുണ്ടാക്കലും പ്രശ്നമല്ല, ദിവസം ഉണ്ടാകുന്നതാണ്, പ്രശ്നം തന്നെയില്ല. അതേസമയത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, പൊന്നാനി പള്ളിക്ക് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, അത് പ്രശ്നമല്ലോ. തിരുവങ്ങാടിയിലെ മുദരിസാണ് ആലി മുസ്ലിം. തിരുവങ്ങാടി ബ്രിട്ടീഷ് പട്ടാളം പറഞ്ഞു എന്നതാണ് മലബാർ കലാപത്തിൻ്റെ അടിസ്ഥാന കാരണം. തിരൂരങ്ങാടി പള്ളിയിലെ മുദരിസാണ് ആര്? ആലി മുസ്ലിം. തിരുവങ്ങാടി പള്ളി മുദരിസാണ്. തിരുവങ്ങാടി പള്ളി ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞു എന്ന് കേട്ടപ്പോൾ ജനം അങ്ങോട്ട് ഒഴുകി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു പഴയ 10-90 വയസ്സുള്ളൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മഞ്ചേരിയും നെല്ലിക്കുത്തും പൂക്കോട്ടൂരും ഒക്കെ ഉള്ള ആളുകൾ കഞ്ഞി രാവിലെ പണിക്ക് പോയിട്ട്, അത് പണി പാടത്തും പറമ്പിൽ പണിയാണ് അന്നത്ത്, പണിക്ക് പോയിട്ട് 9 മണിക്കൊരു ചെറിയ കഞ്ഞി കുടിക്കാൻ വേണ്ടി വരും. ആ കഞ്ഞി കുടിക്കാൻ വരുമ്പോൾ കിട്ടുന്ന വിവരമാണ്, റോട്ടുമ്മ കൂടി ആരോ വിളിച്ചറിഞ്ഞ് പോകുന്നുണ്ട്. എന്ത്? ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് പട്ടാളം തിരുവങ്ങാടി പള്ളി വളഞ്ഞു പറഞ്ഞപ്പോൾ ചില മനുഷ്യന്മാർ, ആ കഞ്ഞിൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യന്മാർ, ഇനി ഈ കഞ്ഞി എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് കഞ്ഞിൻ്റെ പാത്രം നീക്കി വെച്ചോടി. അതിൽ 90% പിന്നെ തിരിച്ചു വന്നില്ല. അതുപോലെ ബ്രിട്ടീഷ് പട്ടാളം കൊന്നു. ഇത് ആത്മീയതയെ തൊടലാണ്. ഭാര്യ മുന്നേറ്റം പിടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ആരെ പിടിച്ചു? ആലി മുസ്ലിയാർ ആത്മീയതാവാണ്, അപ്രശ്നമാണ്. അതൊന്നല്ല ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം. ഷിയാക്കള ആത്മീയ നേതാവ് പറഞ്ഞാൽ അവർക്ക് വേദം തന്നെ അയാൾ പറയണതാണ്. ഇവിടെയാ പ്രശ്നം. അതാണ് ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങളടുത്ത് വേഗം ഒരു ക്ലാസ് ഇതടക്കും. എന്ത്? കാസിമി ഷിയാണെന്ന് വീണ്ടും ബോധ്യപ്പെട്ടു. കാരണം അയാൾക്ക് കലിയ കമ്നായേക്കുന്നത് അയാൾക്ക് സഹിച്ചില്ല. അടുത്തൊന്നും ഈ പ്രശ്നം തീരില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പകയാണ്, പക ഉണ്ടാക്കും. ഒരിക്കലും ആത്മീയതയെ തൊട്ട് കളിക്കരുത്, അതിൽ പക ഉണ്ടാക്കും. ഇന്ത്യ രാജ്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയത്? കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. കോൺഗ്രസിന് പെട്ടെന്ന് തിരിച്ചു വരാനും കഴിയില്ല. എന്താ കാരണം? കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. ഇന്ത്യ രാജ്യം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. എന്താ കാരണം? എന്താ കാരണം? ബാബരി മസ്ജിദിൽ വർഗീയവാദികൾ കയറിയപ്പോൾ കോൺഗ്രസ് നിർവികാരരായി നോക്കുന്നു. അതന്നെ പ്രശ്നം. അത് പ്രശ്നമാണ്. അത് ആത്മീയതയിൽ തൊടലാണ്. അത് തൊടലാണ്. എന്തിന്? ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇരച്ചു കയറിയപ്പോൾ BJP സർക്കാർ നോക്കിയെന്ന് സങ്കല്പിക്കുക. ആ സർക്കാർ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പറഞ്ഞു ഇത് ഏത് വിഭാഗത്തിൻ്റെ ആത്മീയത എങ്ങനെയാണ്? ആത്മീയതയിൽ തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞ BJP എന്ന് പറഞ്ഞ ഹൈന്ദവ മെജോറിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സംഘടനയല്ലേ. ഞാൻ ആ സംഘടന നിഷേധിക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് സംഘടിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് സംഘടിക്കാൻ അവകാശമുണ്ട്. ഞാൻ ഇതിനെതിരല്ല. ഞാൻ BJPക്ക് പോലും എതിരല്ല. അത് മനുഷ്യർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് പ്രശ്നം. അപ്പം നിങ്ങൾ ഇത് തമാശല്ലേ? ഭയങ്കര പ്രശ്നം. ഞാൻ ഇത് പറയാൻ വന്നതല്ല, പക്ഷെ ഞാൻ പറഞ്ഞു പോകാൻ എൻ്റെ മനസ്സിൻ്റെ വേദനയായി പറയുന്നത്. ഇതൊന്ന് അവസാനിക്കണം. നമ്മൾക്ക് വെട്ടികളായി പോയതുമാണ്. നിങ്ങൾ പറഞ്ഞു ആത്മീയതയിൽ ഒരാൾ തൊടരുത്. ആത്മീയതയെ തൊടാനേ പാടില്ല. ആത്മീയതയിൽ തൊട്ട പ്രശ്നമുണ്ടാവും. അപ്പോൾ ആ പ്രശ്നം അവസാനിക്കൂല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 1992 പ്രശ്നം. കോൺഗ്രസ് പിന്നെയും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടുത്തി. കോൺഗ്രസിന് അതിന് പെട്ടെന്ന് തിരിച്ചു കിട്ടുകയുമില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. കാരണം കോൺഗ്രസ് അതായത് അവർ എല്ലാ നിഷ്പക്ഷവാദികളും ഇതിനെതിരായിരിക്കും. കാരണം ആത്മീയതയെ തൊടാൻ പാടില്ല. ഇന്ത്യൻ മനസ്സാണ് പൊതുവെ നിഷ്പക്ഷ മനസ്സാണ്. കരുതിക്കുട്ടി BJP അധികാരം നേടിയതല്ല, കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടുത്തിയതാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായി ആർക്ക് കിട്ടി? BJP കിട്ടിയ അധികാരമേ ഉള്ളൂ. BJPയുടെ മനസ്സല്ല ഇന്ത്യൻ മനസ്സ്. അതും ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ മനസ്സും BJP മനസ്സല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കേ വേണ്ട. BJP അധികാരത്തിൽ നിന്ന് കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു? ഇപ്പോഴും ജനങ്ങൾ നിഷ്പക്ഷമായി നിൽക്കല്ലേ? എന്തൊക്കെ വർഗീയത കളിക്കാൻ നോക്കി അല്ലേ? അങ്ങനെ തന്നെയല്ലേ?
പ്രഭാഷണ മധ്യേ ഒരു പള്ളിയിലെ ഉസ്താദ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ എത്രയെത്ര ഹൈന്ദവ സഹോദരങ്ങളാണ് അതിനെ സ്വാഗതം ചെയ്തത്. കാരണം മനുഷ്യരുടെ മനസ്സ് ധ്രുവീകരണം ഉണ്ടാകരുത്, എല്ലാ മതങ്ങളും യോജിച്ചു പോകണം, എല്ലാത്തിനും ആത്മീയത തന്നെയാണ്. ഇപ്പം ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മീയമായ അവരുടെ ഒരു കർമ്മമാണ്. മനസ്സിലാകാൻ പറഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെ വില കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ വില കൊടുക്കണം. അതൊരു വിഭാഗത്തിൻ്റെ ആത്മീയമായ ഒരു അവരുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഊർജമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾ കേരളത്തിലും തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ അതിന് അവര് വരുന്ന ആളുകൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു. ആര് എന്ത് എവിടെ നിന്നൊന്നും അല്ല, അതിന്റെ പിക്കും ഇതൊന്നല്ല ഞാൻ പറയണത്, പറഞ്ഞല്ലോ. അപ്പോഴത്തേന് എത്ര ആളുകളാണ് സ്വാഗതം ചെയ്ത്? സ്വാഗതം ചെയ്യും വേണം. എന്തുകൊണ്ട്? മനസ്സൊക്കെ എപ്പോഴും എല്ലാവരുടെയും ഇതൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നതിന് മനസ്സാണ് പൊതുവെ ഇന്ത്യൻ മനസ്സ്. അതിനെ നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? മാതൃഭൂമിയാണ്. മാതൃഭൂമി ഏറ്റവും കൂടുതൽ വേദനാജനകമായ റിപ്പോർട്ടുകൾ അന്ന് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയാണ്. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ തറവാടിലെ പത്രമാണല്ലോ. 992 ബാബരി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വേദനാജനകമായ റിപ്പോർട്ടുകളും എഡിറ്റോറിയലും എഴുതിയത് ആരാണ്? ഇന്ത്യ രാജ്യത്ത് ശേഷിക്കുന്ന കറുത്ത പാട് അന്ന് എഴുതിയത് മാതൃഭൂമി എഴുതിയത്. മാതൃഭൂമി ഒരു മുസ്ലിം പത്രമല്ലല്ലോ, അത് ഒരു എന്താണ് ഒരു ഹൈന്ദവ തറവാട്ടിലെ പത്രമല്ലേ മാതൃഭൂമി. പക്ഷെ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇന്ത്യൻ മനസ്സ് വർഗീയല്ല. കോൺഗ്രസ് കരുതിക്കൂട്ടി ഇന്ത്യയെ നഷ്ടപ്പെടുത്തി. കോൺഗ്രസിന് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കാനുണ്ട്. കാരണം നഷ്ടപ്പെടുത്തിയതാണ്. എന്ന് നഷ്ടപ്പെടുത്തി? 992 നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട്? ആത്മീയതയിൽ തൊടാൻ പാടില്ല. അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പെട്ടെന്ന് പരിഹരിക്കണമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഉയരാൻ അന്ന് കോൺഗ്രസിന് കഴിഞ്ഞില്ല. കുറ്റവാളിയായ വ്യക്തി അന്ന് പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. അദ്ദേഹം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളിയായ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ ചൈതന്യം നശിപ്പിച്ചത് അയാളാണ്. ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഗൗരവമായി ചിന്തിക്കണം. ആത്മീയതയെ തൊട്ട് കളിക്കാൻ പാടില്ല. അത് വേദനാജനമാണ്. അതാരുടേതാണെങ്കിലും വേദനാജനകമാണ്. എല്ലാവരെയും ആത്മീയതയിൽ ബഹുമാനിക്കണം. ആത്മീയ നേതാക്കളെ ബഹുമാനിക്കണമല്ലോ.